ഞാൻ ഈ പറയുന്നതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഒരു കണക്ക് വേണമെങ്കിൽ തരാം. ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് 1,30,000 രൂപ. അയാൾ ബന്ധുവല്ല, അയാൾ മറ്റൊരു സമുദായക്കാരനും കൂടെയാണ്. അത് കഴിഞ്ഞിട്ട് ഷീജ വാർഡ് മെമ്പർ, അവരെ ബന്ധുവല്ല. ഷീജ എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീയാണ്, 84,000 രൂപ വെച്ചിട്ടുണ്ട്, മെമ്പറാണ്. പിന്നെ അതുപോലെ ആതിര മെമ്പർ എന്ന് പറഞ്ഞത്, അതും അവരുടെ ബന്ധുവല്ല. അതുപോലെ തന്നെ ഇതിലുള്ള പലരും ഞാൻ നോക്കിയപ്പോൾ ഒരു 8,30,000 വാങ്ങിച്ച ജയചന്ദ്രൻ, 10 ലക്ഷം വാങ്ങിച്ച ഷീബ പറങ്കി മാമൂട്, 8 ലക്ഷം വാങ്ങിച്ച ജയചന്ദ്രൻ, 2,80,000 വാങ്ങിച്ച രമ്യ, 5 ലക്ഷം വാങ്ങിച്ച ഷീബ ശേഖരൻ, അത് രാമചന്ദ്രൻ കോവിലുള്ള 4 ലക്ഷം. അങ്ങനെ തുടങ്ങിയ കുറെ അധികം ആളുകൾ. ഇവർ പറയുന്നൊന്നുമല്ല, ഇത് ഞാൻ പറഞ്ഞത് എന്റെ കയ്യിൽ വന്നിട്ടില്ല, ശ്രദ്ധയിൽ വന്നിട്ടുള്ളത് മാത്രം. ഇതിനൊപ്പം അവരുടെ ബന്ധുക്കളുണ്ട്. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ആര്യനാടുള്ള ഒരു വാർഡ് മെമ്പർ ശ്രീജ എന്ന് പറയുന്ന യുവതി ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നത്. അവർക്കെതിരെ നിരന്തരമായിട്ടുള്ള ചില ആരോപണങ്ങൾ, സാമ്പത്തികമായിട്ട് അവർ തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് അവർ ആത്മഹത്യ ചെയ്തത് എന്നാണ് കഴിഞ്ഞ ദിവസം ആ ഒരു മരണ വീട്ടിലെത്തിയപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് നിരവധി ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. അതിൽ പ്രധാനമായിട്ടും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയാണ് ആരോപണങ്ങൾ ഉണ്ടായിരുന്നത്. ആ ഒരു വിഷയത്തിൽ എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്നത് അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പഞ്ചായത്തിന്റെ മുൻപിൽ തന്നെ ഉള്ളത്. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കാണുന്നത് ഒന്ന്, ഈ പറയുന്ന മെമ്പർക്ക് എതിരെ ഉണ്ടായിട്ടുള്ള പ്രതിഷേധ സൂചകമായിട്ട് നൽകിയിരിക്കുന്ന ഒരു പോസ്റ്റർ, അതുപോലെ തന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ശ്രീജ മരണപ്പെട്ടതിനു ശേഷമുള്ള ഒരു പോസ്റ്റർ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാട്, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ആരോപണം വരുന്നത് എന്നത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഞങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് മെമ്പർ എന്നുള്ള രീതിയിൽ ശ്രീജ. അവരുടെ വിയോഗം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയാസമുള്ളതാണ്. ഇപ്പോ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് തികച്ചും അത് അസത്യങ്ങളാണ് പുറത്തു വരുന്നതിലേക്ക് വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ജൂലൈ മാസം 10-ാം തീയതി ഇവർക്ക് കാശ് കൊടുക്കാനുള്ളവർ അവരെ വീടുകൾ കയറി പോവുകയും അങ്ങനെ നിരന്തരം അവർ കാശ് ആവശ്യപ്പെടുകയും അതിൽ അവർ പ്രധാനപ്പെട്ട ആൾക്കാർ മക്കളുടെ വിവാഹത്തിന് കൊടുത്തത്, അതുപോലെ തന്നെ വീട് വെക്കാനും അങ്ങനെയൊക്കെ ഉള്ള കാശാണ്. അപ്പൊ അത് എമൗണ്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏകദേശം 1 കോടി അടുപ്പിച്ച് വരും എന്നുള്ളതാണ് അതിന്റെ രീതിയിൽ നിൽക്കുന്നത്. ഇങ്ങനെ ആളുകൾ നിരന്തരം അവരെ ഈ ചോദിച്ചതിന്റെ ഭാഗമായി ജൂലൈ മാസം 10-ാം തീയതി അവരൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. അതിൻ്റെ ഇതിൽ അവർ മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് വന്നതിന് ശേഷം പിന്നീട് ആളുകൾ അവരുടെ കക്ഷി പാർട്ടിക്കാരുമായി കൂടെ ചേർന്ന് ഈ കാശ് തിരിച്ചു കൊടുത്തോളാം എന്ന് ഏറ്റുകൊണ്ടുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പൊ അവരൊന്നും പ്രത്യക്ഷമായിട്ട് ആരും പരാതിയൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ സ്ഥിതിയിൽ അവരെ വിശ്വസിച്ചുകൊണ്ട് അവരൊക്കെ പരാതിയൊന്നും കൊടുക്കാതെ പോയിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിന് ശേഷവും കൊടുക്കാതെ വന്നപ്പോഴായിരിക്കണം അവർ പഞ്ചായത്തിൽ പരാതി തന്നു. ഈ ആൾക്കാർ കുറെ പേര് അത് അതെ പരാതി ഉണ്ടായിരുന്നു, പഞ്ചായത്ത് പരാതി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങളുടെ ജീവൻ ഞങ്ങൾ ത്രാസിലാണ്, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം. അപ്പൊ അതിനെന്തെങ്കിലും ഒരു മാർഗം നിങ്ങളുടെ ഒരു പ്രതിനിധിയാണ് അത് കണ്ടെത്തി തരണം എന്നുള്ളതാണ് നമ്മോട് ആവശ്യപ്പെട്ടത്. പക്ഷെ അത് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയാണ്. അപ്പൊ അവരെ ഇതനുസരിച്ച് തന്നെ ഒന്ന് വിളിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴൊക്കെ വിളിക്കുമ്പോഴൊന്നും ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു, ഫോൺ നമുക്ക് പ്രതികരിക്കുന്നില്ല. ഞങ്ങളുടെ മെമ്പർമാരൊക്കെ അവരെവിടെ ഉണ്ടെന്ന് തിരക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഒന്ന് വിട്ട് മാറിപ്പോകുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏത് രീതിയിലെങ്കിലും അതിനെ ഒന്ന് ക്രമപ്പെടുത്താൻ നോക്കിയപ്പോൾ ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും വേറെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമില്ല. ഇത് ന്യായമായി നോക്കുമ്പോൾ ഈ ശ്രീജയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ബാധ്യത വരേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. അതിൽ പ്രധാനമായി അങ്ങനെ പറയാൻ കാരണം, ഇവരുടെ 2 മക്കൾ പെൺകുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾ സ്വയം അവർ കണ്ടെത്തി അവർ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് വേറെ ബാധ്യതയൊന്നും വീട്ടുകാർക്ക് ഉണ്ടാക്കാതെയാണ് പോയത്. അപ്പൊ അവർ നല്ല രീതിയിൽ ജീവിതം പുലർത്തി പോവുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ലഘുവായ ജീവിതം തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിന് ശേഷം വല്ല ആർപ്പാടം വല്ല ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഇതിനിടയിൽ എൻ്റെ മക്കളുടെ ഒരു സംശയമുള്ളത്, ഇതിൽ വേറെ ആരെങ്കിലും അതിൽ കൈകളുണ്ടോ, ആർക്കെങ്കിലും അവർ പൈസ മറിച്ചു കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ വേറെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ, അതിൽ ആരാണ് എന്ത് പ്രശ്നം, ഇതൊക്കെ തന്നെ ഞങ്ങൾ അറിയണം. ഇപ്പൊ ഇത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വേറൊക്കെ സൂചിപ്പിച്ചതിന് വ്യത്യസ്തമായി ഞങ്ങളെ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നമ്മളൊരു പരാതി പഞ്ചായത്ത് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേഷനിൽ ഉന്നയിക്കുന്ന കാര്യം ഇത്രയാണ്: ഞങ്ങളുടെ CJയുടെ വേർപാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആ ദുരൂഹതമായിട്ടുള്ള ഒരു വേർപാടായിട്ടാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലുള്ള സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് പരിഹാരം കാണുന്നതിലേക്ക് വേണ്ടിയും
ആക്ഷേപങ്ങൾ ഈ പരാതികളും അത് പരിഹരിക്കുന്നതിലേക്ക് വേണ്ട നടപടി സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടി എടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് നമുക്ക് വളരെ സുതാര്യമാണ്. നമുക്കതിൽ വേറെ അഭിപ്രായ വ്യത്യാസമില്ല. ഒരു വ്യക്തിയും ശ്രീജയുടെ ഹസ്ബൻഡായിട്ട് ഇന്നലെ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ശ്രീജ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളോട് മാത്രം വാങ്ങിച്ചിട്ടുള്ള ഒരു പണമാണ്, അത് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് പോകേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഞാൻ ഈ പറയുന്നതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഒരു കണക്ക് വേണമെങ്കിൽ തരാം. ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് 1,30,000 രൂപ. അയാൾ ബന്ധുവല്ല, അയാൾ മറ്റൊരു സമുദായക്കാരനും കൂടെയാണ്. അത് കഴിഞ്ഞിട്ട് ഷീജ വാർഡ് മെമ്പർ, അവരുടെ ബന്ധുവല്ല. ഷീജ എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീയാണ്, 84,000 രൂപ വെച്ചിട്ടുണ്ട്, മെമ്പറാണ്. പിന്നെ അതുപോലെ ആതിര മെമ്പർ എന്ന് പറഞ്ഞത്, അതും അവരുടെ ബന്ധുവല്ല. അതുപോലെ തന്നെ ഇതിലുള്ള പലരും ഞാൻ നോക്കിയപ്പോൾ ഒരു 8,30,000 വാങ്ങിച്ച ജയചന്ദ്രൻ, 10 ലക്ഷം വാങ്ങിച്ച ഷീബ പറങ്കിമാമോട്, 8 ലക്ഷം വാങ്ങിച്ച ജയചന്ദ്രൻ, 2,80,000 വാങ്ങിച്ച രമ്യ, 5 ലക്ഷം വാങ്ങിച്ച ഷീബ ശേഖരൻ, അത് രാമചന്ദ്രൻ കോവിലുള്ള 4 ലക്ഷം. അങ്ങനെ തുടങ്ങിയ കുറേ അധികം ആളുകൾ. ഇവർ പറയുന്നൊന്നുമല്ല, ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ വന്നിട്ടില്ല, ശ്രദ്ധയിൽ വന്നിട്ടുള്ളത് മാത്രം. ഇതിനൊപ്പം അവരുടെ ബന്ധുക്കളുണ്ട്. അത് വസ്തുതയാണ്. ഇതൊക്കെ ഞാനീ പറയുന്നത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അവരെ പോലെ ഈ രാവിലെ ഒരു അഭിപ്രായം പിന്നെ ഒരു അഭിപ്രായം പറയുന്നതല്ല. അതെന്താണ് അങ്ങനെ പറയേണ്ട ഒരു അവസരം നമുക്കറിയില്ല. എടുത്തു വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോയതെന്നാണ് സാർ ഇപ്പൊ പറയുന്നത്. അതില്ലല്ലോ, പ്രതിഷേധത്തിൽ പോയി പഞ്ചായത്ത് പ്രതിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബാംഗം എന്നുള്ള രീതിയിലുള്ള ഒരാളാണ്. പഞ്ചായത്തിന് അതിലൊരു പ്രതിഷേധം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പ്രയാസമാണുള്ളത്, അയാളുടെ വേർപാട്. അവിടെ പ്രതിഷേധം നടത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞത് അവിടെ രാഷ്ട്രീയ കക്ഷികൾക്കും അവർ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തതിലും സംബന്ധിച്ച് വ്യക്തി എന്നുള്ള ഇതിൽ കിട്ടാതെ വരുന്ന സ്ഥിതിയിലേക്ക് എത്തി. അവരുടെ ജീവിതവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിസന്ധി നിൽക്കുകയാണ്. അതിന് അവരുടെയും കൂടെ സഹായം വേണമെന്ന് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇതിനെ ആ പ്രസ്ഥാനം, അവർ പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനം ഇവർക്ക് ഈ ബാധ്യതയ്ക്ക് കൂടെ ഉത്തരവാദിയാണ്. അത് സമാനം പറഞ്ഞ് അവരെ ഈ ആളുകളുടെ ഈ പ്രയാസം പരിഹരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.